ചിക്കൻ കറി നിങ്ങൾ ഇതുപോലെയാ വെക്കുന്നെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കും, അത് ഉറപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മൈ സ്പേസ് ത്രിനി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് സാധാരണ അങ്ങനെ കണ്ടുവരുന്ന ചിക്കൻ കറി അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്, ബട്ട് ടേസ്റ്റിയും ആണ്. ഒറ്റത്തവണ കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന ഒരു ഉറപ്പാണ് കേട്ടോ. സാധാരണ കറികളിൽ നിന്നുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ കറിയിൽ ചേർക്കുന്നുണ്ട്. റെസിപ്പി മറന്നു പോകാതിരിക്കാൻ ഇപ്പൊ തന്നെ ഈ വീഡിയോ സേവിങ് കൂടെ ചെയ്ത് വെച്ചോ. അപ്പൊ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏകദേശം ഒരു 2 കിലോയോളം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 കിലോ ചിക്കന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി 1-2 പൊടി കൈകളും ചേർക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കും. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരിയും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കരിയേപ്പില, പച്ചമുളക് ഇതിട്ട് നമ്മൾ ആട്ടി വെച്ചേക്കുന്നതാണ്. ഇതൊന്നും 1 സ്പൂണ്. ആവശ്യമായ ഉപ്പ്. പിന്നെ ഇത് പുരട്ടാനായിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല കട്ട തൈരാണ്. തൈര് 1 സ്പൂണ്. ഞാൻ 2 സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് നല്ല വൃത്തിയിൽ ഒന്ന് വിരകി എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇറച്ചി ചേർക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വച്ചേക്കുന്നത്. നല്ല കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ ഒന്ന് ഞെരടി വൃത്തിയാക്കി എടുക്കണം. പാത്രം അതിനകത്ത് വിരവി എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ തട്ടിയിട്ടിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതുപോലെ നല്ലോണം ഇത് വിരകി വയ്ക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇരുമ്പ് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന, അതായത് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമുക്കിതിനകത്ത് ചേർക്കാം. 2 കിലോ ചിക്കനാണ് മേടിച്ചത്. ആ ചിക്കനുള്ള ചേരുവകളാണ് ഈ ചേർക്കുന്നത്. 6 ചെറിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇപ്പോൾ ആ സവാള ഇട്ടിട്ടുണ്ട്. ഇനി ശകലം ഉപ്പ് ഇടാം. ഉപ്പ് വന്നിട്ട് പരലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് പെട്ടെന്ന് നമ്മൾ ചേർക്കുകയാണെങ്കിൽ സവാള വളരെ പെട്ടെന്ന് വഴണ്ട് വരാൻ ചാൻസ് ഉണ്ടാവും. സവാള നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇളക്കിയിടാം. സവാള ഒന്ന് മൂക്കട്ടെ. അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പരുവായിട്ടുണ്ട്. ഞാൻ 2-3 വട്ടമൊക്കെ ഇത് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്കൊക്കെ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് വേണ്ടെന്നുള്ള മസാലകൾ നമുക്ക് ഇത് ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡിലോട്ട് കുറച്ചൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് തീ കുറച്ചിട്ടിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്താൽ മതി. മസാലയ്ക്കകത്തൊക്കെ എല്ലാം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മുളക് പൊടി കണക്കിനെടുത്താൽ മതി. പിന്നെ അതേ കണക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എടുക്കുകയാണ്. മല്ലിപ്പൊടി ആ മസാലയ്ക്കകത്ത് ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ഞാൻ ശകലം മല്ലിപ്പൊടി അധികം ചേർക്കുകയാണ്. നമുക്കൊന്ന് ഇത് ഇളക്കാം. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്.
നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. നമുക്കിതൊന്ന് നല്ല ഭംഗിയിൽ ഇളക്കാം. നേരെ നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില അതിൻ്റെ പേസ്റ്റാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്കൊന്ന് വീണ്ടും ഇളക്കാം. ആദ്യം ഇത് ഇടാത്തത് നമ്മൾ ഒരിക്കലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നും ആദ്യം തന്നെ എണ്ണയിൽ പൊക്കി ഇടരുത്. ഇട്ടുമ്പോഴത്തേനും അത് കയറി അങ്ങ് ചട്ടി പിടിച്ച് പിന്നെ മറ്റുള്ള മസാലയ്ക്ക് അത് ബുദ്ധിമുട്ടായി മാറും. അതിന് പച്ചച്ചൊവ പോകുമെന്നൊക്കെ ഒരു സംശയം ചിലർക്കൊക്കെ കാണും. അങ്ങനെ പച്ചച്ചൊവയൊന്നും ഉണ്ടാകത്തില്ല. ചില കറികൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റേ ചതച്ചിട്ട് കൊടുക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇറച്ചിയാണ്. ഇത് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ചേർക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇതൊന്ന് ഈ മസാലയിലോട്ട് നമുക്ക് ചേർത്ത് വിടാം. ഇതിനകത്തൊന്നും ഇപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്തുള്ള വെള്ളം തന്നെ വന്നോളും. ചിക്കനകത്തുള്ള വെള്ളം നമ്മൾ വളരെ തീ കുറച്ചിട്ടാൽ മാത്രം മതി. ഇത്രയും വെള്ളമേ ഞാൻ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലുള്ളത് ഇത്രയും വെള്ളമേ ആകെ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അടുത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിനകത്ത് നടുക്കോട്ട് ഈ വെള്ളം ഒഴിക്കാം. വീണ്ടും ഒന്നുകൂടെ ഇത് കുഴച്ചെടുത്തിട്ട് തീ വളരെ കുറച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് വേറെ വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേകുന്നവരെ വേവിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തീ വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. തീ ഞാൻ പറഞ്ഞ കണക്ക് തീ വളരെ കുറച്ച് തന്നെ ഇടാൻ നോക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അതുവരെ ഇത് ഇനി ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് അത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. നമുക്കിത് തുറന്ന് നോക്കാം. എണ്ണയെല്ലാം ഇങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വച്ചിരിക്കുകയാണിത്. തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ പുഴുങ്ങാറുള്ളത്. പുഴുങ്ങി വച്ചേക്കാണ്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിക്കുമ്പോഴത്തേന്. പിന്നെ തൊലിയൊക്കെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ പോവും. പിന്നെ ഇത് ക്യാപ്സിക്കം കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യണം. ഇത് രമ്പ ഇലയെന്ന് പറയും. ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഈ ഇല നമുക്കിതിനകത്തോട്ട് ഇടാം. പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിനകത്ത് ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ചൂടുവെള്ളം ചേർത്ത് വേണം നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ പുഴുങ്ങിയിടാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറച്ചിയുടെ വേവും കിഴങ്ങിൻ്റെ വേറും രണ്ടും രണ്ടാണ്. അപ്പം പെട്ടെന്ന് കിഴങ്ങ് വെന്ത് പോയാൽ പിന്നെ ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോയാൽ കറി അങ്ങ് പെട്ടെന്ന് ഒരു തിക്കായിട്ട് കാണിക്കും. അത് പാടില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയോടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയോ. കറി വെന്തിട്ടുണ്ട്. ഇറച്ചിയെല്ലാം നല്ല ഭംഗിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. സംശയം ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം നോക്കേണ്ടവർക്ക് ഇപ്പം ഒക്കെ നോക്കാം. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കറി. കിഴങ്ങിൻ്റെ കൂടെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. ഒരു മണവും. ഞങ്ങളിതിപ്പം ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി
അപ്പം, ഇടിയപ്പം, ഉറട്ടി, പുട്ട് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പം ഇതിനകത്ത് ഇനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളവും മല്ലിയിലയും കൂടെ ചേർത്തെടുക്കാം. ചൂടുവെള്ളമായിരുന്നു. ഞാനത് പാത്രത്തിൽ നിന്ന് എടുത്ത് കറിക്കകത്ത് ഒഴിക്കുമ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളം ഇതിനകത്ത് പോയിട്ടുണ്ട്. എന്നാലും ശകല വെള്ളം കൂടെ ഞാനകത്ത് ഒഴിക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഓരോരുത്തരെയും ആവശ്യം അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം. എനിക്ക് ഇത്രയും വെള്ളം മതി. ഇച്ചിരി കുഴമ്പായിട്ടിരിക്കുന്നതിന് നന്നായിരിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിയായിട്ട് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വെച്ച് കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി വരുമല്ലോ കറി വെച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ക്യാപ്സിക്കം ഇപ്പം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ക്യാപ്സിക്കം നമ്മൾ ചിക്കൻ കറിക്കകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കൊഴുപ്പുകൾ, ചിക്കനിലുള്ള കൊഴുപ്പുകൾ പിടിച്ചെടുക്കാനും പിന്നെ നല്ലതാണല്ലോ ക്യാപ്സിക്കം കഴിക്കാനും. ഇതാവട്ടെ, കുറച്ച് നേരം നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം. കറിയൊക്കെ അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇളക്കി നോക്കാം. ഇനി ഇതിനകത്ത് മല്ലിയില ഇടണേ. ഒരു തണ്ട് കറിവേപ്പില, ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, ഒരു ശകലം ഇറച്ചി മസാലയാണ്, അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഈ തീ നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ ആ ഫീഡ്ബാക്കും കൂടെ ഒന്ന് മറക്കാതെ തന്നെ അറിയിച്ചേക്കണേ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ റെസിപ്പി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വീഡിയോ സേവിങ് കൂടെ ചെയ്ത് വെച്ചു. അപ്പൊ പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.